ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ കുറേ ചരിത്രങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 5 കഴിഞ്ഞിരുന്നു. ജൂലൈ 13 കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഇടാൻ കഴിഞ്ഞില്ല. നമുക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു, വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ പരിശുദ്ധ അമ്മയെ നോക്കി വരച്ച 4 ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം എന്നും അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിരുന്നു. ഞാനങ്ങനെ വീഡിയോ ഇട്ടതിന് ശേഷം ഇത് എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് ജേഴ്സി സിറ്റിയിലെ ഒരു ദേവാലയമാണ്. അത് അന്തോണിസ് പുണ്യാളൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ രൂപവും അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു പ്രത്യേകത, അവിടുത്തെ ക്രൂശിത രൂപത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ധാരാളം ആളുകളോട് ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഒപ്പം ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ രൂപമാണ് രൂപക്കൂട്ടിൽ വെച്ചിരിക്കുന്നത്. അവിടെ കുർബാനയ്ക്ക് പാട്ട് പാടുമ്പോൾ നടക്കുന്ന ഒരു രസകരമായ കാര്യം, ആ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ആ രൂപക്കൂടിന് മുമ്പിൽ ഇപ്പോൾ അന്തോണിസ് പുണ്യാളനാണ് നിൽക്കുന്നത്. ഈ അന്തോണിസ് പുണ്യാളൻ ഈ കുർബാനയുടെ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ താഴേക്ക് ഇറങ്ങും. പിന്നെ മാതാവായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ കുർബാന കഴിയുമ്പോൾ വീണ്ടും അന്തോണിസ് പുണ്യാളൻ തന്നെ ഉയർന്നു വരും. അങ്ങനെയൊരു പ്രതിഭാസം ഇവിടെ, ഇത് അത്ഭുതമല്ല കേട്ടോ, ആ പള്ളിയിൽ അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് കുർബാന തുടങ്ങുമ്പോൾ പാട്ട് പാടുമ്പോൾ അവിടെ അന്തോണിസ് പുണ്യാളനായിരിക്കും. പിന്നെ പതുക്കെ താഴ്ന്ന് അന്തോണിസ് പുണ്യാളൻ ഇറങ്ങി വരും, ഇറങ്ങിപ്പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഷെസ്റ്റോക്കോവ മാതാവിനെയാണ് നമ്മൾ കാണുക. പിന്നെ കുറച്ച് കുർബാന കഴിയുമ്പോൾ വീണ്ടും അന്തോണിസ് പുണ്യാളൻ കയറി വരും. പിന്നെ അന്തോണിസ് പുണ്യാളനായിരിക്കും കാണുക. ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു ദേവാലയം, കുരിശിൻ്റെ അത്ഭുതമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് മനുഷ്യർ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നല്ല ഒരു 2 പ്രതിഷ്ഠകളും 2 മധ്യസ്ഥരും വരുന്ന ഒരു സംഭവമാണിവിടെ. എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഞാൻ ഷെസ്റ്റോക്കോവ മാതാവ് നടത്തുന്ന അത്ഭുതങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ അന്തോണിസ് പുണ്യാളൻ ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാതാവായിരിക്കും. കുർബാന കഴിയുമ്പോൾ വീണ്ടും അന്തോണിസ് പുണ്യാളൻ വരും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതം ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. സാമുവൽ സ്റ്റാനിസ്ലാവോസ് എന്ന ഒരു പോളിഷ് ബാലൻ വലിയൊരു രോഗം ബാധിച്ച് കിടപ്പിലായി. അങ്ങനെ ഭയങ്കരമായ ശാരീരിക വേദനയായിരുന്നു. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞു ഇനിയൊരു രക്ഷയില്ല, കുഞ്ഞ് മരിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ അവർ അപ്പനും അമ്മയും വളരെയധികം പ്രാർത്ഥിച്ചു. പക്ഷേ കുട്ടി മരിച്ചു. ഒരു ശനിയാഴ്ചയാണ് കുട്ടി മരിച്ചത്. ഇത് ആ മാതാപിതാക്കൾക്ക് സഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അവൻ്റെ ശരീരമൊക്കെ വേദനയെടുത്തിട്ട് വളഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടി മരിച്ചപ്പോൾ ആ മൃതശരീരം അലങ്കരിച്ച് വെച്ച് ഇവർ ഷെസ്റ്റോക്കോവ മാതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ കുഞ്ഞു സാമുവലിനെ മുഴുവനായും ഷെസ്റ്റോക്കോവ മാതാവിനെ ബലമേൽപ്പിച്ചു. എന്നിട്ട് അമ്മ ഉറക്കെ പറഞ്ഞു, എൻ്റെ ഷെസ്റ്റോക്കോവ മാതാവേ, എൻ്റെ കുഞ്ഞിന് ജീവൻ തിരികെ നൽകണമേ. കുഞ്ഞു സാമുവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാൽ അമ്മയുടെയും ഈശോയുടെയും മഹത്വത്തിന് സാക്ഷ്യമേകുകയും ജാസ്നഗോരയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തീർത്ഥാടനം നടത്തുകയും ചെയ്തു കൊള്ളാം എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ രാത്രി മുഴുവൻ ആ മൃതശരീരത്തിന് അരികിലിരുന്ന് മാതാപിതാക്കൾ വേദനിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അപ്പൻ മൃതസംസ്കാര ശുശ്രൂഷകൾക്കൊക്കെ കാര്യങ്ങൾ പറയാൻ പള്ളിയിലേക്ക് പോയി.
പള്ളിയിൽ നിന്നും മടങ്ങി വന്ന അദ്ദേഹം കാണുന്നത് ഭാര്യ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖത്തൊരു വ്യത്യാസം, എന്തോ ഒരു വ്യത്യാസം. അദ്ദേഹം ശരിക്കും കുനിഞ്ഞു നോക്കിയപ്പോൾ മരണത്തിൻ്റെ തണുപ്പ് ആ കുട്ടിയെ വിട്ടുപോയിരിക്കുന്നു. പിന്നെ സാമൂല് സാവധാനം കണ്ണുകൾ തുറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പിതാവിൻ്റെ നേരെ കൈകൾ നീട്ടിയെന്ന്. ഇവരതെല്ലാം കണ്ട് സ്തബ്ധരായിരിക്കുക. അവസാനം ദൈവസ്തുതികളുടെയും ആവേ മരിയ കീർത്തനങ്ങളുടെയും ഒരു ഘോഷമായിരുന്നു അവിടെ. അങ്ങനെ ഈ രോഗം മൂലം മരണമടഞ്ഞ കുഞ്ഞു സാമുവേൽ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ വേറൊരു അത്ഭുതമുണ്ടായത്, ആ കുട്ടിയെ ബാധിച്ചിരുന്ന എല്ലാ അസുഖങ്ങളും മാറി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞി തൻ്റെ കുഞ്ഞുങ്ങളെ കൈകളിലെടുത്താൽ അവർക്കുണ്ടാവുക ആത്മീയവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും. പ്രഭാഷകൻ്റെ പുസ്തകം 50:6 പറയുന്ന പോലെ, മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ പ്രഭ വിതറുകയാണ് സ്വർഗവാസികൾക്കിടയിൽ പരിശുദ്ധ ദൈവമാതാവ്. നമ്മൾ മുൻപൊരു പാട്ട് കേട്ടിട്ടില്ലേ, വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയതിൽ ഇനി മറയുന്നതാരാ. അപ്പോൾ ഈ മേഘങ്ങൾക്കിടയിൽ മിന്നിത്തിളങ്ങുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് എന്ന്. പിന്നീട് 1517 കേട്ടോ ഈ അത്ഭുതം നടന്നത്. പിന്നീട് ഈ അമ്മയും അപ്പനും ഈ കുഞ്ഞിനെയും കൊണ്ട് ജശ്നഗോരയിലേക്ക് തീർത്ഥാടനം നടത്തി. പിന്നെ മകൻ്റെ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ ഷെസ്റ്റോക്കോവയിലെ അമലോത്ഭവ മാതാവിന് സമ്മാനമായി കാഴ്ചവെച്ചു എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചരിത്രമൊന്നും ഒരു വിധത്തിലുള്ള ആളുകൾക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനിതിട്ടപ്പോൾ അനേകം മക്കൾ പറഞ്ഞു, ചേച്ചി ഇത് ഞങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന്. നിങ്ങൾ ഒന്ന് ഊഹിച്ചു നോക്ക്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോ സൈപ്രസ് തടി കൊണ്ട് ആദ്യം നിർമ്മിച്ച മേശ, അത് പരിശുദ്ധ അമ്മ കൈപിടിച്ചിരുന്നു യോഹന്നാൻ്റെ കൂടെ താമസിക്കുമ്പോൾ. അങ്ങനെ ഈ ഈശോയെക്കുറിച്ച് കാര്യങ്ങൾ എഴുതാൻ അമ്മയോടൊരു ഇൻ്റർവ്യൂ നടത്തുന്നത് പോലെ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്ന വിശുദ്ധ ലൂക്ക അവിടെ ഇരിക്കുമ്പോൾ അമ്മയുടെ കൂടെയുള്ള ആദ്യത്തെ സന്യാസിനി സമൂഹം പറഞ്ഞു, അമ്മയുടെ ഒരു പടം വരയ്ക്കുന്നു പറഞ്ഞപ്പോൾ വരച്ച ചിത്രമാണിത്. ആ മേശയിലാണ് ചിത്രം വരച്ചത്. 4 ചിത്രങ്ങൾ വരച്ചിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഷെസ്റ്റോക്കോവ മാതാവാണ് ഒന്ന്. അതുപോലെ ഹൊഡെഗ്രേറ്റിയ, അതായത് യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്നവൾ, അത് റഷ്യയുടെ മാതാവ്. പിന്നെ റോമൻ ജനതയുടെ സംരക്ഷകയായ മാതാവ്, നിത്യസഹായ മാതാവ്. അങ്ങനെ 4 മാതാവിൻ്റെ ചിത്രമാണ് വരച്ചത്. അതിലൊന്നാണ് ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു പള്ളിയുണ്ടെന്നും ഇതുപോലെ ഒരു അത്ഭുത പ്രതിഭാസം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും. പ്രിയ കൂട്ടുകാരെ, ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ രൂപത്തിൽ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു 2 മുറിപ്പാടുകൾ അതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് 6ാമത്തെ വീഡിയോ ആണ്. നമുക്ക് വിശുദ്ധ അന്തോണിസ് പുണ്യവാളനോടും പരിശുദ്ധ ഷെസ്റ്റോക്കോവ മാതാവിനോടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പല രൂപത്തിലും പല വേഷത്തിലും ലോകം മുഴുവനിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഓരോ പ്രത്യക്ഷീകരണത്തിലും പറയുന്നത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, സഹിക്കുക, അനുദപിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പ്രിയ കൂട്ടുകാരെ, സാത്താൻ്റെ അവസാനത്തെ യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടുകൾ അണിനിരയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവചനങ്ങൾക്ക് പൂർത്തിയാകാൻ പോകുന്ന ഓരോ ആലോചനകൾ നടക്കുന്നു. നമുക്ക് കരുതിയിരിക്കാം, പ്രാർത്ഥനയിൽ ആഴപ്പെടാം. വരാൻ പോകുന്ന ഭീകരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഈശോയെ മുറുകെ പിടിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ട വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണിസ് പുണ്യവാള
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാന്തോണസ് പുണ്യാളൻ്റെ രൂപം ഇറങ്ങി പോകുന്നു. ഷെസ്റ്റോക്കോവ മാതാവ് വരുന്നു. ഇനി കുർബാന കഴിയുമ്പോൾ വീണ്ടും അന്തോണസ് പുണ്യാളൻ കയറി വരും. മാതാവ് ഉള്ളിലാകും. കൂട്ടുകാരെ, നമുക്ക് ഷെസ്റ്റോക്കോവ മാതാവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കിയോ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. മാതാവിൻ്റെ വിഷമിക്കുന്ന ആ ഒരു ഫോട്ടോ അത് വയ്ക്കുന്നിടത്ത് മുഴുവൻ വലിയ ഇടപെടലുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അന്തോണസ് പുണ്യാളൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. മാതാവ് കയറി വന്നു. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. ലോകത്തിന് സമാധാനം ഉണ്ടാകുവാനും ലോകം മുഴുവൻ മാനസാന്തരപ്പെടുന്ന ആ അടയാളം എത്രയും വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.